അങ്ങനെ 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനായി അടൂരത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മയെ കാണാനാണ് പോയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ അറിയാം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിൽക്കുമോ ഇല്ലയോ എന്ന്. ഇപ്പം നിന്നാലും സ്വതന്ത്രനായിട്ട് നിൽക്കാനേ പറ്റൂ. ഇപ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമായിരിക്കും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിൽക്കുമോ എന്നൊക്കെ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിന്നാൽ തന്നെയും അത് സ്വതന്ത്രനായിട്ട് മാത്രമേ ഇനി നിൽക്കാൻ പറ്റൂ. കാരണം ഇപ്പം രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പാർട്ടി തിരിച്ചെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിലെ കുറേ മുതിർന്ന നേതാക്കൾ നല്ലൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് വെളിയിലെടുത്ത് കളയണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരെയൊക്കെ രാഹുൽ മാങ്കൂട്ടം ഹൃദയത്തിലാണ് കൊണ്ട് നടന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾ നോക്കിക്കോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ പാർട്ടി പറയുന്നത് പോലെ നിൽക്കുകയും ചെയ്യും. പാർട്ടി പറയുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ തിരിച്ചെടുക്കത്തില്ല. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ. അല്ലെങ്കിൽ പാർട്ടി രാഹുലിനെ തിരിച്ചെടുക്കത്തില്ല. കാരണം അതൊരു അജണ്ടയാണ്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി വളർന്ന് കയറി എന്നെക്കാളും മുകളിൽ പോകുമെന്ന് പല ആളുകൾക്കും പേടിയുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പല ആളുകൾക്കും പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടെടുത്ത്, അതല്ല ഈ ഒരു വിഷയം നടന്ന സമയത്ത്, ഈ ഒരു ആരോപണം വന്ന സമയത്ത് വിത്തിൻ 24 hours 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനൊരു ആരോപണം വന്ന സമയത്ത് തന്നെ മോളെപ്പോലെ കരുതുന്ന റിനി ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം തന്നെ ഒരു 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് പോലും അതിനകത്തൊരു നടപടി പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വി ഡി സതീശനെ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയാൾ ഇനി എത്ര വലിയ നേതാവാണെങ്കിലും അയാൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെങ്കിലും പിന്തുണ ഉണ്ടെങ്കിലും മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഈ ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പതനം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ, പാലക്കാട് നിൽക്കുവാണെങ്കിൽ മുമ്പേ നിന്നതിനേക്കാളും ഭൂരിപക്ഷത്തോടു കൂടി ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടം ജയിക്കും. അതിന് യാതൊരു ഡൗട്ട്സും ഇല്ല. ഇനി രാഹുൽ മാങ്കൂട്ടം മറ്റുള്ള പാർട്ടിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി BJP-യിലേക്ക് പോകുമോ അല്ലെങ്കിൽ CPM-ലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോകത്തില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുവാണ് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകത്തില്ല. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടം ജയിലിന് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് യുവമോർച്ച പ്രവർത്തകരെയൊക്കെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരാളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എടുത്ത് ഇത്രയും വലിയ പ്രതിഷേധങ്ങളും ഷോ ഓഫും കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാം. പതിനെട്ട് ദിവസം ഇന്നിപ്പോൾ ആലോചന ഉണ്ട്. ഉന്നയിക്കുകയും മുഖങ്ങളുമായി ചേരുക. വിനു, ഇപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രവർത്തകനെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. പോലീസ് കുറച്ചുപേരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരുത്തൻ അവിടെ ചാവാൻ വീണ് കിടക്കുന്നുണ്ട്, അവനെ തിരിഞ്ഞു നോക്കാതെ വീണ്ടും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു പ്രതിഷേധിക്കാനായിട്ട്? ഏതെങ്കിലും ഒരു പ്രവർത്തകരുണ്ടായിരുന്നു? ഇപ്പോഴും എന്തോ ഒരു പീഡനങ്ങൾ, എന്തോ ഒരു ബലാത്സംഗങ്ങൾ സത്യമായിട്ട് നടക്കുന്ന റിയലായിട്ട് നടക്കുന്ന പീഡനങ്ങളുണ്ട്, ബലാത്സംഗങ്ങളുണ്ട്. എന്തുകൊണ്ട് അതിനെതിരെ ആരും ഈ പ്രതിഷേധിക്കുന്നില്ല? ഒരു കള്ളക്കേസ് ഒരു വ്യക്തിയുടെ പേരിൽ വന്നപ്പോഴത്തേക്ക് ഒരു നാളെയുടെ വാഗ്ദാനമായിട്ടുള്ള എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എന്ത് പെട്ടെന്നാണ് രാഷ്ട്രീയത്തിലേക്ക്
കടന്നു ഈ പറഞ്ഞിട്ടുള്ള രാഹുലിൻ്റെ ഉയർച്ച രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ രാഹുൽ വന്നിടം തൊട്ട് തന്നെ രാഹുലിൻ്റെ ഉയർച്ചകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ MLA സ്ഥാനം വരെ ആയി നിൽക്കുവാണ്. നാളത്തെ ഒരു മുഖ്യമന്ത്രി വരെ ആകാൻ കേപ്പബിലിറ്റി ഉള്ളൊരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു വളർച്ച ഇഷ്ടപ്പെടാത്ത ആളുകൾ തന്നെയാണ് രാഹുലിനെ ഈ പറഞ്ഞിട്ടുള്ള മുളയിലെ നുള്ളിക്കളയാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ വന്നിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള ആരോപണത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ നാടുകളിൽ എന്തോരം സ്ത്രീപീഡനങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള സ്ത്രീപീഡനങ്ങളുടെ പേരിൽ ഒരുപാട് യുവതികൾ ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. അതിനെതിരെ ആരുടെയും പ്രതിഷേധങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല, കാണുന്നുമില്ല, അല്ലേ? അതൊക്കെ വാർത്തകളായിട്ടൊന്നും ഓടിപ്പോകുന്നതല്ലാതെ. ഇവിടെ ഞാനൊരു വാർത്ത വെച്ച് തരാം. ഇന്ന് 24 ന്യൂസിനകത്ത് ഞാൻ കണ്ടതാണ്. ഇതുപോലൊരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ ജയിലിൽ കിടത്തി മാനസികമായി തളർത്താൻ നോക്കിയ ഒരു കള്ളപ്പരാതിയുടെ വാർത്ത ഞാനിന്ന് വെച്ച് തരാം. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് ഒരു വ്യക്തിയെ ഈ ഒരു കള്ളക്കേസിൽ പെണ്ണ് കേസിനകത്ത് കുടുക്കി അയാളെ രാഷ്ട്രീയത്തെ തകർത്ത് എന്നൊരു മനുഷ്യനെ നശിപ്പിച്ച് അയാളെ ഈ പറഞ്ഞിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി തകർത്ത് ഇല്ലായ്മ ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്ക്. 32 ദിവസത്തെ ജയിൽവാസമാണ് ആലുവ സ്വദേശിയായിട്ടുള്ള താരിഖ് അനുഭവിച്ചത്. 2020 മുതൽ തുടരുന്ന നിയമ പോരാട്ടം. അതിനുശേഷം ആ ചുമത്തപ്പെട്ട ബലാത്സംഗ കേസിൽ ഒരു തെളിവുമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറവൂർ അതിവേഗ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ താരിഖും അദ്ദേഹത്തിന്റെ വക്കീലും 24-നൊപ്പം ചേരുകയാണ്. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. 32 ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നു. എനിക്കെതിരെ ഉണ്ടാക്കിയ എൻ്റെ ഭാര്യ സിദ്റത്തുൽ മുൻതഹയും ഭാര്യ കാമുകനായ മണത്താട്ട് വീട്ടിൽ അഷറഫ് എന്ന ആളും കൂടി ചേർന്ന് അഷറഫിൻ്റെ ബന്ധുവായ ഒരു സ്ത്രീയെ കൊണ്ട് കള്ളപ്പരാതി കൊടുത്തിട്ട് പോലീസ് എൻ്റെ അന്വേഷണം പോലും നടത്താതെ അന്നിരുന്ന ആലങ്ങാട് CI ഉണ്ണികൃഷ്ണൻ സാറിനെ സ്വാധീനിച്ചിട്ട് എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ്. ഞാൻ 32 ദിവസത്തോളം ജയിലിൽ കിടന്നു. ഈ 32 ദിവസം ജയിലിൽ കിടന്നിട്ട് ഞാൻ തിരിച്ച് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത്. പക്ഷേ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സ്നേഹിതന്മാരും എല്ലാവരും കൂടി പറഞ്ഞതിന് ശേഷം ഇത് കള്ളക്കേസാണ്, അതുകൊണ്ട് നീ തളരരുത്, പോരാടണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കോടതി അതിൽ നിന്നും പിന്മാറിയെന്ന്. പിന്നെ ഞാനും ഭാര്യയും തമ്മിൽ മലപ്പുറം ഫാമിലി കോടതിയിൽ കേസുണ്ടായിരുന്നു. അന്ന് എൻ്റെ മകളെ കസ്റ്റഡി കിട്ടാൻ വേണ്ടി കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു വ്യാജ ബലാത്സംഗ കേസ് ഉണ്ടാക്കിയത്. എനിക്കെതിരെ ബലാത്സംഗ കേസ് കൊടുത്ത കണ്ടല്ലോ, ഇതേ സെയിം സംഭവം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിലും കൊണ്ടിട്ടേക്കുന്നത്. ഇതുപോലൊരു കള്ളപ്പരാതി കൊടുത്ത് ഒരു വ്യക്തിയെ മാനസികമായിട്ട് തളർത്തി അയാളെ രാഷ്ട്രീയവും ഭാവിയും തകർത്ത് അയാളെ ജീവിതവും നശിപ്പിച്ച് അയാളെ ഏതെങ്കിലും ഒരു മനോരോഗിയാക്കി ജീവിതം തകർത്ത് കളയുക, അല്ലെങ്കിൽ അയാളെ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുക. അതൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ. ഇവിടെ ഇന്നത്തെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങൾ അതൊരു പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും, എത്ര സ്ത്രീകളുമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എത്ര സ്ത്രീകൾക്ക് എത്ര പുരുഷനുമായിട്ടാണെങ്കിലും അതിൽ ഏർപ്പെടാമെന്നാണ് കോടതി വരെ പറഞ്ഞേക്കുന്നത്. അതിൽ ഒരു കുറ്റവും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതിക്കാരി, മൂന്നാമത്തെ പരാതിക്കാരി, ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു മാർച്ചിൽ ഇന്ന ഡേറ്റിലാണ് പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് ശേഷവും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ 2 ദിവസം പോയി നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരാളിൽ നിന്നൊരു പീഡനം ഉണ്ടായതിന് ശേഷവും പിന്നെ ആ വ്യക്തിയെ കാണാനും ആ വ്യക്തിയുടെ കൂടെ കിടക്കാനും ആ വ്യക്തിയുടെ കൂടെ താമസിക്കാനും ആരെങ്കിലും ഒരാൾ തയ്യാറാവുമോ? എന്തുവാടേ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കൊന്നും അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളടുത്തൊന്നും ഇതൊന്നും പോകത്തില്ല. ഇതിലൂടെ മനസ്സിലാക്കിയൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു നാറിയ രാഷ്ട്രീയ കളിയാണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ പിന്തുണ കൊടുക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം 3ാമത്തെ പരാതിയിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ 2 പരാതി കിടപ്പുണ്ട്. ഇനിയും 10ഓളം പരാതികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുവാണ്. 10ഓളം പരാതികൾ ഉണ്ടെന്ന് പറയുവാണ് പരാതിക്കാരി പറഞ്ഞു വെച്ചേക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഈ 3ാമത്തെ പരാതിയിൽ ജാമ്യം കിട്ടിയാലും രാഹുലിനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അടുത്ത 4ാമത്തെ
പരാതി 5ാമത്തെ പരാതിയായിട്ട് ഇനിയും വരും എന്നുള്ള സൂചനയാണ് നമുക്ക് തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അതിനകത്ത് പരാതിക്കാർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. പോക്സോ കേസ് പോക്സോയും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെയും രാഹുൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഉഭയകക്ഷി സമ്മത പ്രകാരം പ്രായപൂർത്തിയായവരുമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു ബന്ധം വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ അടുത്ത് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഒരുപാട് തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് തെളിവുകൾ. ഈ 3ാമത്തെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ച് പരിചയപ്പെട്ട് ഈ ഒരു ചതിക്കുഴിയിലേക്ക് വീഴ്ത്തിയെന്നുള്ള തെളിവുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കല്യാണം കഴിക്കാൻ രാഹുൽ മാങ്കൂട്ടം വാഗ്ദാനം കൊടുത്തെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയത്തില്ല ഇവരൊക്കെ വിവാഹിതയായിട്ടുള്ള ആളുകളാണെന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വിശ്വാസവഞ്ചനയും വഞ്ചനയും ചെയ്തിട്ടുള്ള ഒരാളെ മാത്രമല്ല, 2 പേരെയാണ് ഇവിടെ വഞ്ചിച്ചിട്ടുള്ളത്. കല്യാണം കഴിച്ച മറ്റൊരു വ്യക്തിയെയും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവിവാഹിതനായിട്ടുള്ള മറ്റൊരു വ്യക്തിയെയും, 2 പേരെയാണ് ഇവരൊക്കെ വഞ്ചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെതിരെ അല്ലേ നടപടി എടുക്കേണ്ടത്?